കേണൽ എസ് ഡിന്നി, ഇപ്പോൾ CVM വാണിമേൽ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, PM ശ്രീ അങ്ങേയറ്റം അപകടമാണ്. PM ശ്രീ എന്ന് മാത്രം പറയുന്നത് PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിലാണ് ഈ സർക്കാർ മതമൗലികവാദ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് അവരുടെ നിലപാടും നയവുമൊക്കെ മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. അത് മുൻനിർത്തിയാണ് നമ്മൾ ആ ചർച്ചയൊന്ന് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് PM ശ്രീയിലേക്ക് പോകാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് CVM വാണിമേൽ പറയുന്നത് N ഷംസുദ്ദീൻ അത്തരത്തിലൊരു നിലപാടൊന്നും എടുത്തിട്ടില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു വശം അതിനില്ല. ഈ ചില അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള അത് സ്ഥിരം പല്ലവിയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ ഇത് ഇത്ര വലിയ അപകടമായിരുന്നു എങ്കിൽ ഷംസുദ്ദീൻ അന്ന് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ സംസാരിക്കേണ്ട സാഹചര്യമില്ലല്ലോ. തീർച്ചയായിട്ടും മാഡം, ഇതിനകത്ത് വളരെ ക്ലിയർ ആയിരുന്നു. അതായത് ശ്രീ VD സതീശൻ ഗവൺമെന്റ് വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപിത ലൈനാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനിലല്ല, പക്ഷെ ഒരു കോഓപ്പറേറ്റീവ് രീതിയിൽ തന്നെ പോകണം. കാരണം കേരളത്തിൽ ധാരാളം പദ്ധതികളുണ്ട്, ആ പദ്ധതികളൊക്കെ കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ PM ശ്രീയിലും കേരളം മുന്നോട്ട് പോകുന്നു തന്നെ അത് പറഞ്ഞിരുന്നു. അത് ശ്രീ സംശോധീനും അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ കാണുന്നത് ഒരു സ്ലോ ആയിട്ട് അതിനെയൊക്കെ പതുക്കെ ബാക്കിലോട്ട് ആക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ശ്രീ CVM വാണിമേൽ പറഞ്ഞത്, അതായത് ഈ PM ശ്രീയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പം എനിക്കൊന്ന് മാഡത്തിന്റെ തന്നെ ഒരു ഷോയിൽ നമ്മൾ അന്ന് സംസാരിച്ചതായിരുന്നു ഈ PM ശ്രീയെ കുറിച്ച്. അപ്പം PM ശ്രീയുടെ അതായത് ഒന്ന്, PM ശ്രീ കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ആൻഡ് തമിഴ്നാട്ടിൽ ലാംഗ്വേജിന്റെ പ്രശ്നം വെച്ച് മാത്രമാണ്. ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തും PM ശ്രീ പ്രശ്നമല്ല. തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ പ്രശ്നമല്ല. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ പ്രശ്നമല്ല. ഹിമാചലിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ ഒന്നും പ്രശ്നമല്ല. വേറെ ഉള്ള ഭൂരിപക്ഷം ആയിട്ടുള്ള, അതായത് പ്രദേശങ്ങളിലും ന്യൂനപക്ഷം ആയിട്ടുള്ള പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും PM ശ്രീ ഉണ്ട്, അവിടെ ഒന്നും പ്രശ്നമല്ല. പക്ഷെ കേരളത്തിൽ പ്രശ്നമാണ്. അതെന്താണ് പ്രശ്നം? അവിടാണ് നമ്മൾ പറയുന്നത് ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഷറാണ് ആ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമല്ല. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, മാഡത്തിന്റെ ആ ഷോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്കൂളുകൾ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. സിലബസ് തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാർ. പിന്നെ അപ്പൊ എവിടാണ് പ്രശ്നം? നേരത്തെ CVM വാണിമേൽ പറയുന്ന കേട്ടു, ഇങ്ങനെ ഏതാണ്ട് സിലബസിലൂടെ കാവ്യവൽക്കരണോ അങ്ങനെയൊക്കെ നടത്തുന്നത്. അപ്പൊ സ്കൂളിന്റെ സിലബസ് സ്റ്റേറ്റ് സിലബസ് ആണ്. ആ സ്റ്റേറ്റ് സിലബസ് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം? അപ്പൊ ഇത് ശ്രീ VD സതീശന് അറിയാം കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന്. അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വേറെ ആണെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം U-ടേൺ എടുത്തെങ്കിലും ഇപ്പം അദ്ദേഹത്തിന് അറിയാം, ഒരു ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ മാത്രമേ ഈ രീതിയിലേക്കുള്ള ഫണ്ടുകൾ വരൂ. അപ്പൊ ഒരു സ്കൂളിൽ, നമ്മളെയൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ ഏകദേശം 2 കോടിയോളം രൂപ വരുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്കൂളുകൾക്ക് അത് ബെനിഫിറ്റ് ആവും. അതുകൊണ്ടാണ് ആ സ്കൂളിലേക്ക് നമ്മൾ ഈ പദ്ധതി വരണം എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ യാതൊരു അജണ്ടയും വേറെ യാതൊരു കാര്യവും ഇല്ല. ഒന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നതിന്റെ ക്ലിയർ എക്സാമ്പിൾ ആണ് ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പ്രഷർ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത് നോക്കും, നമ്മുടെ ഈ വന്ദേ മാതരം പ്രശ്നം. വന്ദേ മാതര പ്രശ്നത്തിലും സെയിം കാര്യം തന്നെയാണ്. കർണാടകയിൽ ഫുൾ പാടി, തെലങ്കാനയിൽ ഫുൾ പാടി, ഹിമാചൽ പ്രദേശിൽ ഫുൾ പാടി. ഇവിടെയൊക്കെ കോൺഗ്രസ് ഭരണമാണ്, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കേരളത്തിൽ മാത്രം പാടിക്കഴിഞ്ഞാൽ പ്രശ്നം. അതെന്താണ് പ്രശ്നം? അതാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രഷർ കൊണ്ട് മാത്രമാണ്. ഇത് മാഡം നമ്മൾ ഒരു 100 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 1936 ഈ പ്രശ്നം വരുന്നത്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അന്ന് ഈ 1905 തൊട്ട് അല്ലെങ്കിൽ 1896 തൊട്ട് തന്നെ കോൺഗ്രസ് പാടുന്ന ഗീതമാണിത്. 36 വരെ 40 വർഷത്തോളം പാടിയപ്പോൾ ഒരു പ്രശ്നമില്ല. മുഴുവൻ സ്റ്റാൻസയും പാടി, ഹിന്ദു മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് പാടി. അതിന്റെ പേര് ഹിന്ദു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജയിലിൽ പോയി. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ജയിലിൽ പോയി. കാരണം ബ്രിട്ടീഷേഴ്സ് അതിനെ ബാൻ ചെയ്തിരുന്നു. വന്ദേ മാതരം എന്ന് പറയുന്നതിനെ പോലും ബാൻ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് ജയിലിൽ പോലും പോകേണ്ടി വരുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. 1936 ആയപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് പ്രശ്നം വന്നത്? അന്ന് മുസ്ലിം ലീഗ് മത്സരിച്ച സമയത്ത് അവരുടെ, അതായത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് പോലും മുസ്ലിം ലീഗ് തോറ്റു. അപ്പൊ മുസ്ലിം ലീഗിന് പവർ ഇല്ലാതായി എന്നുള്ള രീതിയിലേക്ക് വന്നപ്പം അവർ മാനുഫാക്ചർ ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു. പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹം ഈ 1936 ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം തന്നെ ഇതൊരു മാനുഫാക്ചർഡ് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന്
പണ്ഡിറ്റ് നെഹ്റു പോലും സമ്മതിച്ച കാര്യമാണ്. പക്ഷെ അന്ന് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ 2 സ്റ്റാൻസ മാത്രമേ നമുക്ക് പാടിയാൽ മതി എന്നുള്ളത്. അതായത് 40 വർഷത്തോളം ഫുൾ സ്റ്റാൻസ പാടിയിട്ട് വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിന് അവിടെ അധികാരം കിട്ടാൻ വേണ്ടി വർഗീയമായിട്ടുള്ള ഒരു കാര്യം കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഏകദേശം 100 വർഷം മുമ്പ്. ഇവിടെ വീണ്ടും 100 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ അതേ രീതിയിൽ മുസ്ലിം ലീഗിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇതുപോലത്തെ വിഷയങ്ങളെല്ലാം അവരത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പം മുസ്ലിം ലീഗിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലെ വർക്കേഴ്സ്, ആ വർക്കേഴ്സ് എല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്, വെൽഫെയർ പാർട്ടിയുടെ ആളുകളാണ്. വെൽഫെയർ പാർട്ടി ഈ ഇലക്ഷൻസിൽ എവിടെയും അവരുടെ കാൻഡിഡേറ്റ് നിർത്തിയില്ല. പക്ഷെ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്, അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ ഫംഗ്ഷൻ ചെയ്തു. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അവർ ഫംഗ്ഷൻ ചെയ്ത് ഏത് കാൻഡിഡേറ്റ് നിൽക്കണം എന്നുള്ള ഒരു സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചു. അവിടെ അതുകൊണ്ടാണ് അപ്പം ഈ പറയുമ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പുറത്തു വന്ന് പറയുമ്പോഴും അവരുടെ അണികൾ അല്ലെങ്കിൽ അവരെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ അവർക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും ഒരുമിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ രീതിയിൽ വന്നപ്പോൾ അവർക്ക് പ്രഷറുണ്ട്. അതാണ് പ്രശ്നം ഈ കാര്യം വരുന്നത്. അതുകൊണ്ട് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കുക. ആ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ പോകുന്നുള്ളൂ. അപ്പൊ 100 വർഷം മുമ്പ് അധികാരത്തിന് വേണ്ടി ചെയ്ത ഇതേപോലത്തെ വർഗീയമായിട്ടുള്ള കാര്യം ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടും വി ഡി സതീശൻ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ റാലി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിന് വെള്ളപൂശാനുള്ള ശ്രമം പോലും നടത്തിയിരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമെ ഒരു മതരാഷ്ട്രവാദം വിട്ടു എന്നുള്ള ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ ഫലമായിട്ട് എന്നിട്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ അത് തള്ളിക്കളയുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. എന്നിട്ടും സതീശൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന്. അതെ, അവര് പറഞ്ഞു. ഇനി സമസ്ത പോലും അവരുടെ ഒരു ലൈനിൽ പറഞ്ഞിരുന്നു ഈ മതരാഷ്ട്രവാദികൾ ശരിയല്ല എന്ന്. സമസ്തയുടെ വേദിയിൽ പോലും സമസ്ത ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ തന്നെ മതപണ്ഡിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഈ മതരാഷ്ട്രവാദം ശരിയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഇല്ലല്ല, അതൊന്നും പ്രശ്നമല്ല, അവരങ്ങനത്തെ മതരാഷ്ട്രവാദിയൊന്നുമല്ല, അവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. അവരുടെ വോട്ട് അവർ സ്വീകരിച്ചു. അവരെ വൻ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻ മാസ്, നേരത്തെ സി വി എം വാണിമൽ പറയുന്നിട്ടു ഹിന്ദുക്കളൊക്കെ പോയി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു മലപ്പുറത്ത് നിന്നൊക്കെ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അതിന്റെ യഥാർത്ഥ കഥകളൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ പോലും കേണൽ ഡിന്നി സർ, ഇത് പറയുമ്പോൾ പോലും മുസ്ലിം ലീഗ് നിർത്തിയ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി അവിടെ തോൽക്കുകയും ചെയ്തു. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളെ അവർ വിജയിപ്പിച്ചു. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അതെ, എക്സാക്ട്ലി. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ. എന്നിട്ട് പറയുമ്പം ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയുള്ള എന്താ പറയുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ, ഒരു പവറിന് വേണ്ടി അവർ വർഗീയം ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് അന്ന് 100 വർഷം മുമ്പും വന്ദേ മാതരത്തിന്റെ ഇഷ്യൂ അത് തന്നെയായിരുന്നു. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടും അതേ ചെയ്യാൻ പറ്റൂ. കാരണം വി ഡി സതീശനെ നേരത്തെ മാഡം പറഞ്ഞ പോലെ വി ഡി സതീശനെ നിയമിച്ചത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിലെ MLA മാരല്ല, ഇവിടുത്തെ എന്താ പറഞ്ഞ നമ്മുടെ കമാൻഡല്ല, ഹൈക്കമാൻഡ് അല്ല. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയത് ഈ മുസ്ലിം ലീഗിന്റെ പ്രഷറും ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രഷറുമാണ്. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് വേണ്ടി തൊടുപുഴയിലൊക്കെ പോലുള്ള സ്ഥലത്ത് എങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള പ്രകടനമൊക്കെ നടന്നതെന്ന് ഇതിന് തൊടുപുഴ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കുറച്ച് സമയം മുമ്പ് വരെ പ്രേക്ഷകരെ കാണിച്ചത്.